ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾക്കായി മൂന്നാറിലേക്ക് എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചതോടെ പതിവ് പോലെ മൂന്നാറിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. മൂന്നാറിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും സഞ്ചാരികളുടെ ഒഴുക്കാണ്. വരും ദിവസങ്ങളിൽ തിരക്കിനെയും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾക്കായി മൂന്നാറിലേക്ക് വിനോദസഞ്ചാരികളുടെ ഒഴുക്കാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി വലിയ തിരക്കാണ് മൂന്നാറിൽ അനുഭവപ്പെടുന്നത്. വട്ടവട, മറയൂർ, മാങ്കുളം തുടങ്ങിയ ഇടങ്ങളിലേക്കും സഞ്ചാരികൾ ധാരാളമായി എത്തുന്നുണ്ട്. മാട്ടുപ്പെട്ടി, കുണ്ടള, ടോപ്പ് സ്റ്റേഷൻ, രാജമല തുടങ്ങി മൂന്നാറിന്റെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും സഞ്ചാരികളുടെ വലിയ തിരക്കുണ്ട്. സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ പതിവ് പോലെ ഇത്തവണയും ഗതാഗതക്കുരുക്ക് രൂക്ഷമായിട്ടുണ്ട്. ഏറെ സമയം സഞ്ചാരികൾ റോഡിൽ വാഹനത്തിലിരിക്കേണ്ട സ്ഥിതിയാണുള്ളത്. ஒரே இஷ்யூ என்னன்னு கேட்டிங்கன்னா, இங்கே டிராஃபிக் அதிகமாகிடுச்சுன்னா பார்க்கிங் பிரச்சனை ஒன்று இருக்குது. அது மட்டும் கொஞ்சம் இங்கே இருக்கிற லோக்கல் ഗവൺമെൻറ് வந்து கொஞ்சம் ஏதாவது ഫെസിലിറ്റി பண்ணி கொடுத்தாங்கன்னா കറക്റ്റാக இருக்கும். നല്ല രീതിയിൽ നല്ല ബ്ലോക്ക് ഉണ്ട് ഇവിടുത്തെ. ഇത് ഈ മാട്ടുപ്പെട്ടി സൈഡൊക്കെ നമ്മൾ പോയി നോക്കണം. മാട്ടുപ്പെട്ടി സൈഡ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പോയി കിടന്നിട്ട് 4 മണിക്കൂർ മാട്ടുപ്പെട്ടി ഇതിൻ്റെ മുകളിൽ, പാലത്തിന് മുകളിൽ കിടന്നിട്ടുണ്ട്, ഡാമിന് മുകളിൽ. അപ്പോൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇതൊക്കെ അധികാരികൾ കണ്ട് എന്തെങ്കിലും ചെയ്യേണ്ടതാണ്. പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും വാഹനങ്ങൾ വേണ്ടവിധം പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതും തിരക്കേറുന്ന സമയങ്ങളിൽ പ്രതിസന്ധിയാകുന്നുണ്ട്. തിരക്ക് വർദ്ധിച്ചതോടെ മൂന്നാറിൽ രാത്രി വൈകിയെത്തുന്ന സഞ്ചാരികൾക്ക് ഭക്ഷണം ലഭിക്കാതെ പോകുന്ന സ്ഥിതിയുമുണ്ടായി. പുതുവത്സരാഘോഷം അടുത്തോടെ മൂന്നാറിൽ സഞ്ചാരികളുടെ തിരക്കിനെയും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. റിസോർട്ടുകളിലും ഹോം സ്റ്റേകളിലും മുറികൾ പൂർണ്ണമായി തന്നെ സഞ്ചാരികൾ ബുക്ക് ചെയ്തു കഴിഞ്ഞു. ദേശീയപാതയിൽ വാളറ മുതൽ നവീകരണ ജോലികൾ നടക്കുന്നതും ഗതാഗതക്കുരുക്ക് വർദ്ധിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ്, മൂന്നാർ.